Hi friends, good morning. Today I am discussing about probability distribution. നമ്മൾ ഡിഗ്രി ലെവലിൽ probability distribution പഠിച്ചു കഴിഞ്ഞതാണ്. So I start my seminar topic probability distribution. Introduction of probability distribution. A random experiment results into a number of outcomes and we can find probability for each of these outcomes. We can also assign numerical values to those outcomes. Now consider a variable which assumes values exactly same as those assigned to the outcomes. Then that variable is called the random variable associated to that random experiment. നമുക്കറിയാം പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനിൽ നമ്മൾ എക്സാമ്പിളായിട്ട് എടുക്കുമ്പോൾ ടോസിങ് എ കോയിനും അതുപോലെ ഡൈസിൻ്റെയാണ് നമ്മൾ എടുക്കാറുള്ളത്. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ നോക്കിയിട്ട് ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് നന്നായിട്ട് നമുക്ക് മനസ്സിലാവും. ഫോർ എക്സാമ്പിൾ, ടോസിങ് എ കോയിൻ ഈസ് എ റാൻഡം എക്സ്പെരിമെൻറ്റ്. ഇറ്റ്സ് outcomes are head and tail. Let us assign numbers 1 and 2 to these outcomes. Then consider a variable x, which also takes values 1 and 2. Then x is a random variable associated to this experiment. X takes value 1 and 2. അപ്പോൾ ടോസിങ് എ കോയിൻ, ഒരു കോയിൻ ടോസ് ചെയ്യുന്ന ആ ഒരു ഇതിന് പറയുന്നതാണ് റാൻഡം എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത്. അതിൽ നിന്ന് കിട്ടുന്ന രണ്ട് ഔട്ട്കംസ് അല്ലെങ്കിൽ വേരിയബിൾസ് ആണ് ഹെഡ് ഓർ ടെയിൽ. ഈ രണ്ട് ഔട്ട്കംസ് ആണ് അതിൽ നിന്ന് കിട്ടുന്നത്. ഇതിൽ നമ്മൾ ഹെഡിന് എക്സ് ആയിട്ടോ അല്ലെങ്കിൽ ടെയിലിന് വൈ ആയിട്ടോ നമ്മൾ കൊടുക്കും. അങ്ങനെ ഇങ്ങനത്തെ ഒരു എക്സ്പെരിമെൻറ്റിന് പറയുന്ന പേരാണ് റാൻഡം എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത്. Now we go through the definition. Probability distribution is the mathematical function that gives the probabilities of occurrence of different possible outcomes for an experiment. നമുക്കറിയാം പ്രോബബിലിറ്റി എന്ന് പറയുന്നത് ഒരു അൺപ്രെഡിക്റ്റബിൾ ആയിട്ടുള്ളൊരു സിറ്റുവേഷനാണ്. നമുക്കറിയില്ല എന്താണ് സംഭവിക്കുക എന്നുള്ളത്. അതായത് ഇപ്പോൾ കോയിൻ ടോസ് ചെയ്യുകയാണെങ്കിൽ അത് ഹെഡാണോ വരിക ടെയിലാണോ വരിക എന്നുള്ളത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതൊരു അൺപ്രെഡിക്റ്റ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനാണ്. ഇനി നമ്മളൊരു പ്രോബബിലിറ്റിയുടെ ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് അങ്ങനത്തെ ഒരു ഇതാണ് പറയുന്നത്. ദെൻ വി ക്യാൻ ഫോം എ ടേബിൾ ഷോയിങ് ദി വേരിയസ് വാല്യൂസ് ഓഫ് ദി റാൻഡം വേരിയബിൾ ആൻഡ് കറസ്പോണ്ടിങ് പ്രോബബിലിറ്റീസ്. This is a probability distribution or theoretical distribution. Suppose x is a random variable and assume values x1, x2, xn with corresponding probabilities p1, p2, etc. Then the probability distribution is, ഈ ടേബിൾ നോക്കുക. നമ്മളിപ്പോൾ ഒരു കോയിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ അതിൽ നിന്ന് കിട്ടുന്ന വേരിയബിൾസ് ഹെഡ് അല്ലെങ്കിൽ ടെയിൽ ആണെങ്കിൽ ഏതിനെങ്കിലും ഒന്നിനെ നമ്മൾ എക്സ് എടുക്കും. അതിൻ്റെ നമ്പേഴ്സാണ് x1, x2 എക്സെട്ര വെച്ചിട്ട് വരുന്നത്. അതിൻ്റെ പ്രോബിലിറ്റി നമ്മൾ എഴുതുന്നതാണ് പി ഓഫ് എക്സ് എന്ന് പറയുന്നത്. അത് x1 ആണെങ്കിൽ പ്രോബിലിറ്റി പി ഓഫ് 1 ആവും, x2 ആണെങ്കിൽ p2, അങ്ങനെ നമ്മൾ എത്ര വേരിയബിൾസ് ഉണ്ടോ അങ്ങനെ എഴുതും. ഇനി ഇതിൻ്റെ പ്രോപ്പർട്ടീസ് ഡിസ്ട്രിബ്യൂഷൻ്റെ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് പി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആൻഡ് പി ഓഫ് എക്സ് ഈക്വൽ ടു 1. ഇൻ എവറി വാല്യൂ ഓഫ് പി ഓഫ് എക്സ് ഈസ് നോൺ നെഗറ്റീവ് ആൻഡ് സം ഓഫ് ഓൾ ദ വാല്യൂസ് ഓഫ് പി ഓഫ് എക്സ് ടുഗദർ ഈസ് 1. അങ്ങനെ രണ്ട് പ്രോപ്പർട്ടീസാണ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനുള്ളത്. ഇനി നമുക്കൊരു പ്രോബ്ലത്തിൻ്റെ ഒരു എക്സാമ്പിൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ടോസിങ് എ കോയിൻ്റേത്. ഇവിടെ നമ്മൾ 3 കോയിനാണ് ടോസ് ചെയ്യുന്നത്. ലെറ്റ് എക്സ് സ്റ്റാൻഡ് ഫോർ നമ്പർ ഓഫ് ഹെഡ്സ് ഒബ്റ്റെയിൻഡ് വെൻ 3 കോയിൻസ് ആർ ടോസ്ഡ്. അപ്പോൾ നമ്മളിതിൽ എക്സ് എടുത്തത് ഹെഡിൻ്റെ വാല്യൂസിനെയാണ്. അപ്പോൾ നമ്മൾ എക്സിൽ 0, 1, 2, 3, 4 അങ്ങനെ 4 സെക്ഷനായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ പി ഓഫ് എക്സ് അതായത് പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 1/8, 3/8, 3/8, 1/8. ഇതിൽ 8 എന്ന് പറയുന്നത് നമ്മൾ 3 കോയിൻസാണ് എടുക്കുന്നത്. അപ്പോൾ ഒരു കോയിനിൽ നിന്ന് കിട്ടാവുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 2ആണ്. അപ്പോൾ 2 ക്യൂബ് അതായത് 2 × 2 × 2 അതായത് 8. അപ്പോൾ നമ്മൾ 1/8. താഴെ ഡിനോമിനേറ്റർ എപ്പോഴും 8 ആയിരിക്കും ഇതിൽ. ഹിയർ എവറി വാല്യൂ ഓഫ് പി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അപ്പോൾ ഇതിൽ നമുക്ക് 0 അതായത് ഹെഡ് 0 വരാനുള്ള പ്രോബിലിറ്റി എത്രയാണ് 1/8. അതുപോലെ ഹെഡ് 1 ടൈം വരാനുള്ളത് 3/8, 2 വരാനുള്ളത് 3/8, 3 ടൈംസ് വരാനുള്ളത് 1/8, 4 അതായത് 3 കോയിനുള്ളതുകൊണ്ട് മാക്സിമം പോയ 3 ഹെഡ് മാത്രമേ വരുള്ളൂ. അപ്പോൾ 4 ഹെഡ് ഒരിക്കലും വരില്ല. അതുകൊണ്ടാണ് അതിൻ്റെ പ്രോബിലിറ്റി 0 ആയിട്ട് വരുന്നത്. ഇങ്ങനെയാണ് നമ്മളൊരു പ്രോബ്ലം കിട്ടിയാൽ ഇതിൽ ചെയ്യുന്നത്. ദെൻ നമുക്ക് ഈ പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷനിൽ പഠിക്കുന്ന 2 ഇതാണ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സും അതുപോലെ വേരിയൻസ് ഓഫ് എക്സും.
ഇതിൽ നമുക്ക് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ്, അതിൻ്റെ ആ ഒരു വേർഡിൽ നിന്ന് തന്നെ നമുക്കറിയാം എക്സ്പെക്റ്റ് ചെയ്യുക, അതായത് നമ്മളുടെ വേരിയബിൾസ് അല്ലെങ്കിൽ ഔട്ട്കംസ് എത്ര പ്രാവശ്യം വരും എന്നുള്ളത് ഒരു എക്സ്പെക്റ്റ് ചെയ്യണതിനാണ് നമ്മൾ എന്ത് പറയുക, എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് എന്ന് പറയുന്നത്. ഇനി വേരിയൻസ് ഓഫ് എക്സ് അത് വേറെ ഉണ്ട്. അപ്പോൾ രണ്ടിനും നമുക്കൊരു ഇക്വേഷൻ പഠിക്കാനുണ്ട്. ഇപ്പോൾ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ്, ഇഫ് എക്സ് ഈസ് എ റാൻഡം വേരിയബിൾ അസ്യൂമിങ് വാല്യൂസ് x1, x2, etc. xn വിത്ത് കറസ്പോണ്ടിങ് പ്രോബിലിറ്റീസ് p1, p2, etc. pa, then expectation of x denoted, എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് എന്നുള്ളത് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ഇ ഓഫ് എക്സ് എന്നാണ്. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ x1 p1 പ്ലസ് x2 p2 etc. xn pn ഈക്വൽ ടു, അതായത് നമ്മളുടെ x1ൻ്റെ അതായത് നമ്മുടെ വേരിയബിളിൻ്റെ വാല്യൂസും അതിൻ്റെ പ്രോബിലിറ്റി നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക, പിന്നെ അത് ആഡ് ചെയ്യുക എന്തിന്, നമ്മുടെ x2 അടുത്ത വേരിയബിളിൻ്റെ x2 അതുപോലെ അതിൻ്റെ പ്രോബിലിറ്റി നമ്മൾ ആഡ് ചെയ്തിട്ട് കിട്ടുക. അതായത് ഷോർട്ടാക്കി എഴുതുമ്പോൾ സിഗ്മ എക്സ് പി ഓഫ് എക്സ് ആണ് എന്ത്, എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഈസ് ദ മീൻ വാല്യൂ ഓഫ് എക്സ്. നെക്സ്റ്റ് ആണ് വേരിയൻസ് ഓഫ് എക്സ്. വേരിയൻസ് എന്ന് പറഞ്ഞാൽ എന്താ, ഡിഫറൻസ്, അതായത് നമ്മളുടെ വേരിയബിൾസ് തമ്മിലുള്ള ഡിഫറൻസിന് എന്ത് പറയുക, വേരിയൻസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഇക്വേഷൻ നമുക്ക് നോക്കാം. ഇഫ് എക്സ് ഈസ് എ റാൻഡം വേരിയബിൾ അസ്യൂമിങ് വാല്യൂസ് x1, x2, etc. xn with corresponding probabilities p1, p2, etc. pa, then variance of x defined as sigma x square p of x minus ഇ ഓഫ് എക്സ് ഹോൾ സ്ക്വയർ, അതായത് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഹോൾ സ്ക്വയർ. അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ തന്നാൽ വേരിയൻസ് ഓഫ് എക്സ് കാണാൻ പറഞ്ഞാൽ നമ്മൾ എന്താ, എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് കാണണം, എന്നാലാണ് നമുക്ക് വേരിയൻസ് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഇതിൻ്റെ ഇക്വേഷൻ എന്താ, സിഗ്മ എക്സ് സ്ക്വയർ പി ഓഫ് എക്സ് മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ്, അതായത് ഇ ഓഫ് എക്സ് ഹോൾ സ്ക്വയർ. ഇങ്ങനെ രണ്ട് ടേമാണ് വരുന്നത്, എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സും വേരിയൻസ് ഓഫ് എക്സും. നെക്സ്റ്റ് നമ്മളുടെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷന് രണ്ട് ടൈപ്സ് ആണുള്ളത്. എന്തൊക്കെയാണ്, ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനും അതുപോലെ കണ്ടിന്യൂസ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനും. ആദ്യം നമുക്ക് ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്താണെന്ന് നോക്കാം. എ റാൻഡം വേരിയബിൾ സെറ്റ് ടു ബി ഡിസ്ക്രീറ്റ് ഇഫ് ഇറ്റ് ഈസ് assumes only certain specified values in a given interval. അതായത് ഒരു ഗിവൺ ഇൻ്റർവെല്ലിൽ നമുക്ക് സ്പെസിഫിക് ആയിട്ട് വാല്യൂസ് തരും. അതാണ് ഇതിന്ന് രണ്ടെണ്ണത്തിൻ്റെ ഡിഫറൻസ് ആയിട്ട് നമ്മൾ നോക്കുക. ഡിസ്ക്രീറ്റിലാകുമ്പോൾ നമുക്ക് സ്പെസിഫിക് ആയിട്ട് ഒരു വേരിയബിളിൻ്റെ വാല്യൂ നമുക്ക് തരും. ഒരു എക്സാമ്പിൾ നോക്കാം. ഫോർ എക്സാമ്പിൾ, ഇൻ ടോസിങ് 2 coins the number of heads obtained can be 0, 1, 2. Therefore the variable takes value 0, 1, 2. ദിസ് ഈസ് എ ഡിസ്ക്രീറ്റ് വേരിയബിൾ. അതായത് നമ്മളിപ്പോൾ ഒരു കോയിൻ ടോസ് ചെയ്യുകയാണെങ്കിൽ ഹെഡ് നമ്മളൊരു വേരിയബിൾ എടുത്താണെങ്കിൽ നമ്മൾ എക്സ് കൊടുക്കും, എക്സിൻ്റെ താഴെ നമുക്ക് എന്ത് വരും, 0, 1, 2. അങ്ങനെ സ്പെസിഫിക് ആയിട്ട് നമുക്ക് നമ്പർ എന്തിൻ്റെ കിട്ടും, ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനിൽ കിട്ടും. ദ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എ ഡിസ്ക്രീറ്റ് വേരിയബിൾ ഈസ് എ ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. ഫോർ എക്സാമ്പിൾ, ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ. അതിൻ്റെ എക്സാമ്പിളായിട്ട് നമുക്കെന്ന് പറയാം ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനും പോയിസൺ ഡിസ്ട്രിബ്യൂഷനും പറയാം. അതായത് നമുക്കൊരു എക്സാക്റ്റ് നമ്പർ ഇതിൽ ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനിൽ കിട്ടും. നെക്സ്റ്റ് വൺ ആണെന്ത്, കണ്ടിന്യൂസ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. ഇഫ് എ റാൻഡം വേരിയബിൾ ഈസ് അസ്യൂമിങ് എനി റിയൽ വാല്യൂ ഇൻ എ ഗിവൺ ഇൻ്റർവൽ സേ a, b, then the variable is said to be continuous. The probability distribution is of a continuous variable is a continuous probability distribution. For example, normal distribution is a continuous probability distribution. അപ്പോൾ കണ്ടിന്യൂസ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുകയാണെങ്കിൽ നമുക്കൊരു എക്സാക്റ്റ് വാല്യൂ കിട്ടില്ല. ഇപ്പോൾ ഇതിൽ എക്സാമ്പിൾ പറയുന്നത് a, b, അതായത് രണ്ട് വേരിയബിൾ ഒരുമിച്ച് തരും. ഇപ്പോൾ നമ്മൾ കണ്ടിന്യൂസ് സീരീസ് ഒക്കെ ചെയ്യുമ്പോഴാണെങ്കിൽ നമുക്കറിയാം എങ്ങനെയാണ് 0 to 10, 10 to 20, 20 to 30, അങ്ങനെ ഒരു എക്സാക്റ്റ് ഒരൊറ്റ വാല്യൂ, അതായത് 0, 1 അല്ലെങ്കിൽ 10 അങ്ങനെ ഒരു വാല്യൂ തരില്ല. ഇങ്ങനെ ഒരു ഇൻ്റർവെല്ലായിട്ടാണ് നമുക്ക് തരിക. അപ്പോൾ നമ്മൾ അതിന് മിഡ് വാല്യൂ എടുക്കുമ്പോൾ ചിലപ്പോൾ പോയിൻ്റ് വരും, അങ്ങനത്തെ കുറേ ഇഷ്യൂസ് വരും. അതുകൊണ്ട് ഒരു എക്സാക്റ്റ് നമ്പർ എന്തെങ്കിലും കിട്ടില്ല, കണ്ടിന്യൂസ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനിൽ കിട്ടില്ല. ഇതിൻ്റെ എക്സാമ്പിളായിട്ട് എന്ത് പറയുക, നോർമൽ ഡിസ്ട്രിബ്യൂഷനായിട്ട് പറയാം. അങ്ങനെ രണ്ട് ടൈപ്സ് ആണുള്ളത്. ഇത് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനിലുള്ളത് ഡിസ്ക്രീറ്റും അതുപോലെ കണ്ടിന്യൂസ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഇതിൽ പറഞ്ഞത്, ആദ്യം നമ്മളൊരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞു, പിന്നെ ഉള്ളത് രണ്ട് പുതിയൊരു കാര്യങ്ങളാണ് പഠിച്ചത്. എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സും വേരിയൻസ് ഓഫ് എക്സും, അതിൻ്റെ രണ്ട് ഇക്വേഷൻ നോക്കി. പിന്നെ ടൈപ്സ് ആണ് ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ, കണ്ടിന്യൂസ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. ഇതൊരു ചെറിയൊരു ചാപ്റ്ററാണ്, കുറച്ച് കാര്യങ്ങളൊക്കെ പഠിക്കാമല്ലോ. ഇനി നമുക്ക് ഇക്വേഷൻ വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ചെയ്യാനുണ്ട്. സോ താങ്ക് യു, ഹാവ് എ നൈസ് ഡേ.